അപ്പോൾ ഞാനാണ് ഗേസ് വള്ളിയങ്കാവിലുള്ള അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടില്ല, കുളിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ കണ്ണമ്മൂനും അമ്പൂടും എല്ലാവരും കിടന്നുറങ്ങും കേട്ടോ. പക്ഷേ അമ്മയും അച്ഛനും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുളി പോലും കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് റെഡി ആയിട്ട് വേണം എനിക്ക് അവരെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കാൻ. അപ്പോൾ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കുളിച്ചിറങ്ങിയതിന് ശേഷം കണ്ണമ്മൂനെയും കിടൂനെയും കുളിപ്പിച്ച് റെഡിയാക്കലൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയാകുമായിരുന്നു. അതിന് ശേഷം നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് കയറി കാറിലിരുന്നു കേട്ടോ. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കയറി വേണം അമ്പൂട് കിടന്നുറങ്ങി, ഞാനും ഒന്ന് കിടന്നുറങ്ങി. കാരണം കിടും അത് ബാക്കിൽ കിടന്നുറങ്ങണം കേട്ടോ. ഞങ്ങൾ 3 പേരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി പകുതി എത്തിയപ്പോൾ ഞങ്ങൾ എണീറ്റു കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ടിട്ടുള്ള ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്കെല്ലാം കൂടെ എടുക്കാൻ പറ്റിയില്ല. അതുകാരണം ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഇങ്ങ് പോകുന്നതിന് വല്ലാതെ തലവേനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിർത്തി ഒരു ചായ മേടിച്ചു. പിന്നെ ഒന്നും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന്. പിന്നെ ഒരു അട മേടിച്ചു. ആ അടയും തിന്നു. കണ്ണമ്മൂനും കൊടുത്തപ്പോൾ കണ്ണമ്മൂൻ കഴിച്ചില്ല, കിടുവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കഴിച്ച് നമുക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ. ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ, റൈഡോൺ. അപ്പോൾ കണ്ണമ്മൂന് ഇത് കാണുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓരോ ചക്രം, ആദ്യം ഒരു ചക്രം ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വെവ്വേറെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഇതും വേറെയായിട്ടാണ്. ഓ സോറി വൈസ് സ്റ്റിയറിങ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു വണ്ടി, യെസ് ഇതാണ് വണ്ടി വന്നിട്ട്. ഇനി ബോക്സ് നിറച്ച് വെച്ചിട്ട് ഇതിന് പുറത്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. 4 കളറുണ്ടല്ലേ? 4 കളേഴ്സ് അവൈലബിൾ ആണ്. 4 അതിൽ കൂടുതലുണ്ടോന്ന് അറിയത്തില്ല. ഇതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ളത് 4 കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് വണ്ടി വരുന്നത്. ഇത് നമ്മളിതിൽ ഉള്ളതൊക്കെ ഇതിമൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വന്നിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അതായത് ഇതിനകത്തിൽ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ മതി അകത്തോട്ട്. അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് ഊരി എടുക്കണം. ഇത് ഊരി എടുത്തതിന് ശേഷം നമ്മൾ ഇതിവിടെ ഇട്ട് കൊടുക്കണം. നല്ല വണ്ടിയാ, നല്ല രസമുണ്ട്. കളറും നല്ലതല്ലേ? ഞാൻ ഈ കളർ, ഇതിൻ്റെ വേറെ വൈറ്റും ബ്ലൂ എന്തൊക്കെ മഞ്ഞ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പിന്നെ ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അതിനൂടെ ഒരു ഹോളുണ്ട്. ഇതേ കണ്ട, ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അത് പുറത്തേക്ക് ഇടണം. കണ്ടോട്ടോ, അതെ ഇതേ വേണ്ട. എന്നിട്ട് നമ്മൾ ഈ സ്ക്രൂ ഇട്ടിട്ടൊന്ന് മുറുക്കി കൊടുക്കണം. സ്റ്റെയറിംഗ് ഒക്കെ ഇങ്ങനെ ആക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അവർ ഇരുന്ന് കഴിയുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി തന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നല്ലതാണ്. അതെ, നമ്മൾ ബാക്കിലേക്ക് അവർ വീഴൊന്നുമില്ല, നമുക്ക് അവർ സേഫ് ആയിട്ട് ഇരിക്കാം. അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ അതായത് നല്ല സുഖമുണ്ട് ഇരിക്കാൻ. ഒട്ടും ഹാർഡല്ല. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഇങ്ങനെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവർ കളിക്കൊക്കെ ആണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ ടോയ്സോ അല്ലെങ്കിൽ ഇവരുടെ ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ വീലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീലും കാര്യങ്ങളൊക്കെയാണ് വലുതാ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹോണും പാട്ടൊക്കെ ഉണ്ട്. ഇതിന് നമ്മൾ ബാറ്ററി ഇട്ടിട്ടില്ല, ബാറ്ററി ഇടണം. ഇവിടെ ഹോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ണമ്മൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ണമ്മൂന് കൈ കിട്ടിയപ്പോഴേ അവനെ കാണിച്ചു തന്നു. കാര്യം അവൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ലവ്ലാപ്പിൻ്റെ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അത് മാത്രമല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഈ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ lovelab.com എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. മാപ്പ് നോക്കി വരികയായിരുന്നു, നമ്മൾ വന്ന വഴി മാറിപ്പോയിട്ടോ. അത് കാരണം നമുക്ക് 1.5 കിലോമീറ്റർ അമ്പലത്തേക്ക് നടക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. തിരിച്ച് റിട്ടേൺ പോയിട്ട് നമ്മൾ അതുവഴി വരുമ്പോഴേക്കും ചിലപ്പോൾ അമ്പലം അടച്ചാലോ എന്ന് എഴുതിയിട്ട് നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് കേസ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര പാടാണ്. ഒരു കുന്ന് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ പിള്ളേരെയും വെച്ചിട്ട് ഇത് ഇറങ്ങുക എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണമല്ലോ, അങ്ങോട്ടായിട്ട് ഇറങ്ങിയതല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ നടക്കാൻ തീരുമാനിച്ചു കേസ്. അപ്പോൾ നമ്മൾ അപ്പുറം വഴി പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറം വഴി വന്നത്. മാമ്പി ഞാൻ നേരത്തെ ഓരോരുത്തരെ കണ്ടേ. അപ്പോൾ ഞങ്ങൾ അത് കാരണം ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്ത് കൂടെ ഇനി പോയിട്ട് വണ്ടി കൊണ്ട് പോകാനുള്ള ടൈമില്ല. അപ്പത്തിന് ചിലപ്പോൾ അമ്പലം അടയ്ക്കും. അത് കാരണം ഞങ്ങൾ ഇത് കൂടെ ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. എന്താട്ടാ വിട്ടടാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ എടുത്ത് നടന്നാൽ മതി ഗൈസ്. ദേ സയാമിസ് ഇതിൽ ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്പടു മുട്ടക്കിടൂ. ഗൈസ് സയാമിസ് ഇരട്ടകൾ പോവുകയാണ്. അവർ രണ്ടുപേരും കൂടെ. അന്ന് കിടൂന് ഞാൻ ബ്ലാക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ പിന്നെ അമ്പടൂനും ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പടൂനും ഇട്ട് കൊടുത്തു. അതാണ് രണ്ടുപേർക്കും ഒരുപോലെ ഇട്ട് കൊടുത്ത്. സോ നമ്മളങ്ങോട്ട് ഇറങ്ങുവാണ്. ഒരു കയറ്റം കേട്ടോ. അമ്മയും അച്ഛനും ഇതേ വരുന്നത് കണ്ട.
ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നിറങ്ങി പോകുന്നു. ദേ ചേച്ചി അവൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് ഇറക്കുന്നുണ്ട്. ഉണ്ണിമാമും ബാക്കിലുണ്ട്. സത്യം പറഞ്ഞ് നടത്തത്തിൻ്റെ കാര്യം ഓർത്തില്ല അല്ലേ ഏട്ടാ നമ്മൾ. കാര്യം നമ്മളപ്പുറത്ത് അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ടാണ് നിന്നത്. അന്ന് നേരെ താഴത്തൊന്ന് നിന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ പോയി. ഇന്നിപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയത് നമ്മൾ ഈ റോഡിൽ കൂടെ വന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നിൽക്കാം. കിടു അമ്പടു കിടു നോക്ക്. അമ്പടു കിടു നോക്ക്. അമ്പടു നോക്ക്. ഹായ് സൂപ്പർന്ന്. ഞാൻ പോണേന്നോ എവിടേക്ക്? കാട്ടുപശുവോ? ചേട്ടൻ്റെ ഓരോ കണ്ടുപിടുത്തം. അതോ അവൻ പോവാണെന്ന് പശുവിന്റെ അടുത്തേക്ക്. അമ്പടു പശുവിന്റെ അടുത്തേക്ക് പോണുണ്ടോ? അച്ഛൻ്റെ അമ്മയും കൈയൊക്കെ പിടിച്ച് ഇറങ്ങി വരുമായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ എടുത്തപ്പോ കൈവിട്ടവര് ചിരിക്കുന്നു. അച്ഛാ പിടി അമ്മേനെ. അച്ഛാ പിടിക്കച്ചാ. അവരവിടെ എത്തി. ഞാനിവിടെ നിന്നതുകൊണ്ട് ഞാനിവിടെ എത്തിയതുള്ളൂ. അമ്മേ നോക്കിയിറങ്ങാമ്മ. ഹേയ് അല്ല ഇവിടെ ഒരു കോമഡി ഉണ്ടായി. കിടുവിനോട് ചോദിച്ചു ഉണ്ണിക്കുട്ടൻ എടുക്കണോന്ന് ചോദിച്ചു. ഉടനെ കിടു സമയമുണ്ട് ഞാൻ നടന്നോളാം. അതെ സമയമുണ്ട് നടക്കാം. അങ്ങനെയല്ലേ പറഞ്ഞേട്ടാ? ആ അതെ അങ്ങനെയല്ലേ വിഷ്ണേട്ടാ പറഞ്ഞത്? സമയമുണ്ട് ഞാൻ നടക്കാം. കുഞ്ഞിവെള്ളോ? വാ നടക്കാം. കുഞ്ഞിവെള്ളം ഉണ്ട് വാ. ആ ഇനി രണ്ടുപേരും നടക്ക്. അവിടെ പോവാ കൈ. അപ്പോൾ അങ്ങനെ നീണ്ട നേരത്തെ നടപ്പിനൊടുവിൽ നമ്മളിത് അവിടെ അമ്പലത്തിൻ്റെ ഇവിടെ എത്തിയിട്ട് അപ്പോൾ പൂവും എണ്ണയും തിരിയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അവസാനം ഇവിടെ എത്തിയപ്പോൾ കിടു ക്ഷീണിച്ചു. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ ഞാൻ കിടുവിനെ എടുത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. കിടു കഴിഞ്ഞ ദിവസം വന്നിട്ട് കഴിഞ്ഞ ദിവസമല്ല തലേ ദിവസം രാത്രിയാണ് കേട്ടോ കിടു വന്നത്. കിടു വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിടു 10 ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അതിനുശേഷം നമ്മൾ നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ അങ്ങ് നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തുടങ്ങിയതാണ് അമ്പൂട് ആ കോഴികളുടെ പിന്നാലെ നടക്കല് കേട്ടോ. കുറേ കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ കോഴീനെ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അടുത്തിരിക്കുന്നവരെല്ലാം അമ്പൂട് കോഴീനെ ഓടിക്കുന്നു നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ഗൈസ് അവിടെ ഒരാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ പോകുമ്പോഴത്തേനും അല്ല ഞങ്ങളുടെ വീട്ടിൽ ബോട്ടുണ്ടല്ലോ. ആ ബോട്ടിൽ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇടുമായിരുന്നേ. ഇന്നലെയും കൂടെ ഞങ്ങൾ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അവനില്ല. അവിടെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ കുറേ ഇല പെറുക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് അമ്മ ദേ എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് ഭയങ്കര ചിരിയാൾ. അപ്പോൾ ആൾ ബോട്ട് വിടുന്ന പോലെ വെള്ളത്തിൽ കൊണ്ടുപോയി ഇല വിട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ അതിലൊരു ആനന്ദം കണ്ടെത്തിയവർക്ക്. അമ്പടു ദേ വീഴും വീഴും വീഴും. അമ്പടു ഇല എടുക്കുന്നു തിരിച്ച് അതിലോട്ട് തന്നെ ഇടുന്നു. ഞാൻ എടുത്തോളാം. കളിച്ച് അമ്പൂട് നേരെ വെള്ളത്തേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പോയി അവനെ പിടിക്കാൻ പോയതാണ്. നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം നീണ്ടു നിൽക്കുന്ന മഴയായിരുന്നു. അപ്പോൾ നമുക്ക് കാർ എടുക്കാൻ പോകാനും പറ്റുന്നില്ല. കുറേ സമയം നമ്മളവിടെ പോസ്റ്റായിട്ടിരുന്നു. പിന്നെ വിഷ്ണുവിനെ അവിടെ നിന്ന് ഒരു കുടയും മേടിച്ചിട്ട് താഴെ പോയി ഒരു ഓട്ടോ പിടിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ദൂരമുണ്ട്. കാര്യം അവിടെ നിന്ന് കാറിൻ്റെ അടുത്ത് നമ്മുടെ അടുത്തേക്ക് എത്താൻ 2-2.5 മണിക്കൂർ എന്തായാലും പിടിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിഷ്ണുവേട്ടൻ പിന്നെ പോയിട്ട് വരാം. എനിക്ക് തോന്നുന്നു 400 രൂപയുടെ ഓട്ടോ പൈസ ഒരു 400 രൂപ ആവുന്ന ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഓട്ടോ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തുന്നവരെ 1 മണിക്കൂറിലധികമായി. ഇവൻ വന്ന് കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് ആ കോഴീനെ പേടിപ്പിക്കലുണ്ടാ. ഓടിക്കോ അമ്പടോ അമ്പടോ. അതമ്മ കോഴി കോഴി. ആ കോഴിയുടെ നോട്ടം കണ്ടോ? ഇല്ലേ കോഴി അല്ല ഉണ്ണിക്കുട്ടാ ഇല്ലേ കോഴി. ആ കോഴിയുടെ കളിക്കണോ എന്നോട് കളിക്കരുത്. അവൻ ആ കോഴീനെ പോലെ 1 മണിക്കൂറായി കഴിച്ച് ഓടിക്കാനുണ്ട്. ഇതുവരെ അതിന് തൊയിരം കൊടുത്തിട്ടില്ല. അതിന് പേടിയാണ്. ആ കോഴീനെ പേടി ഇല്ല. അവനൊരു പേടിയില്ല. ആ പോകുന്നവൻ
അങ്ങനെ വിഷ്ണുവിനൊക്കെ കാറിൻ്റെ അവിടേക്ക് എത്താറായപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയില്ല. എല്ലാവരും പോയി അമ്പലം അടച്ചപ്പോഴും ഞങ്ങൾ മാത്രം ഇവിടെ നിന്നപ്പോൾ ദേവസ്വത്തിലുള്ള 2 ചേട്ടന്മാർ അങ്ങോട്ട് മെയിൻ റോട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ഞാനും കൂടെ അവരുടെ വണ്ടിയിൽ കയറി. അങ്ങനെ വിഷ്ണുവേട്ടൻ ഞങ്ങളെ മെയിൻ റൂട്ടിൽ കാത്തു നിന്നു കേട്ടോ. അവരപ്പോൾ നമ്മളെ കയറ്റിയില്ലായിരുന്നെങ്കിൽ 2-2.5 മണിക്കൂറോളം പിന്നെ നമുക്ക് പോസ്റ്റായി. ഞാനും അച്ഛനും അമ്മയും കൂടെ മാത്രമായിട്ട് ആ ഇതൊരു കാടിനകത്തുള്ള അമ്പലം, ആ കാടിനകത്ത് അമ്പലത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നേനെ കേട്ടോ. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ, കുട്ടികളും കൊണ്ടും കൂടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും അവർക്ക് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയ മനസ്സ് ശരിക്കും നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കണ്ണ് കാണാൻ വയ്യാത്ത നല്ല ഇടിച്ചു കുത്തിയ മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഇതിൽ കൂടെ കാണുമ്പോൾ ഇച്ചിരിയിലും കാണുന്നുണ്ട്, ശരിക്കും അല്ലാതെ നോക്കുമ്പോൾ ഒട്ടും കാണുന്നില്ല. ഇതിൽ നല്ല കോമഡി വേറെ ഇല്ല. ഈ മഴ പെയ്തതിൻ്റെ ആയിരിക്കും അല്ലേ? മഴ പെയ്തപ്പോ ചളി കളിക്ക് വരണ്ടായിരുന്നു. പിന്നെ ആര് പറഞ്ഞു നല്ല മഴയുണ്ട് എന്നാ ഏട്ടൻ ആ സാധനം ഇട്ടിട്ട് കറക്കാതെ ഒന്നും വേണ്ട, വൈപ്പർ അത് നിർത്തിയിട്ട് വണ്ടി ഓടിച്ചേട്ടൻ. അമ്പടും അയ്യോ മതി കുണിയാൻ തുടങ്ങി. അമ്പടും മതി 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 ഇട്ടാ. വീണ്ടും കിടന്നുറങ്ങി. അമ്പടു ഉറങ്ങുമായിരുന്നു, പക്ഷെ വണ്ടി മാറി കയറിയപ്പോ അമ്പടു മാറി കയറി. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല 2 ചേട്ടന്മാര്. അവരുടെ ദയ കൊണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് എത്തി. അല്ലായിരുന്നെങ്കിൽ 2-2.5 മണിക്കൂർ അവര് അതെ എല്ലാരും ഞങ്ങൾ പെട്ടേനെ. നമ്മള് പേര് മറന്നുപോയി അവരുടെ. ഒന്ന് പ്രശാന്ത് എന്നൊരു ഏട്ടന്റെ പേര്, എരുമേലിക്കാരും, പിന്നെ എന്താ വെച്ചാ ഒരു ചേട്ടന്റെ പേര് എരുമേലിയും, ഒരാള് പൊൻകുന്നം പാലല്ലേ. പൊൻകുന്നം പാല. ആ അതറിയില്ല. അപ്പൊ എന്തായാലും ചേട്ടന്മാരുള്ളതുകൊണ്ട് നമ്മള് എത്തി. നമ്മളിന് ഫുഡ് കഴിക്കണം. കാര്യം നേരം വിളിച്ചിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല, ഒരു അട കഴിച്ചാണ്. ഇതാ ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാം കഴിച്ച്. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം അമ്പലത്തിൽ കയറി പെട്ടെന്ന് തൊഴുകാം, പെട്ടെന്ന് അമ്പലം അടച്ചാലോ എന്ന് കരുതിയിട്ട്, എത്താൻ ലേറ്റായോ എന്ന് കരുതി നമ്മൾ കഴിച്ചില്ല. ജസ്റ്റ് ഒരു ചായയും ഒരു അടയും തിന്നിട്ട് നേരെ അമ്പലത്തിൽ കയറുമായിരുന്നു. ഇത്രയും ലേറ്റ് ആവുമെന്ന് കരുതിയില്ല കേട്ടോ. അപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ചോറും സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ചോറും കറിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിറങ്ങി വണ്ടി കയറി ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങി. വൈകുന്നേരത്തെ 6 മണി അങ്ങാണ്ട് അവരായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ. നല്ല ചൂട് പൊറോട്ട ഇരിക്കേണ്ടപ്പോൾ ഞാനൊരു കുഞ്ഞ് ചൂട് പൊറോട്ടയും ഒരു ചായയും മേടിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കിടും അമ്പടും കൂടെ ഇവിടെ ചുമ്മാ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വന്നു. അപ്പോൾ നമുക്ക് രാത്രി വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്തില്ല, കാര്യം എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വേറെ വീഡിയോ ഇട്ട് വരാം. ബൈ.